നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൂട്ടുകറിയാണ്. സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങ് കൂട്ടുകറി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 5 ഉരുളക്കിഴങ്ങ്, 2 വലിയ ഉള്ളി, ഇത് സോയാബീൻ, അത് കുറച്ച്, ഇത് 1-ാം പാല്, അത് 2-ാം പാല്. ഇനി നമുക്കിതിന് വേണ്ട സാധനങ്ങൾ കാണാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേരുന്ന ചേരുവകൾ കാണാം. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഇത് നമ്മുടെ മസാല, മഞ്ഞൾപ്പൊടി, കടുക്, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ നമുക്ക് പാചകം തുടരാം. പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ, 2 ടീസ്പൂൺ എണ്ണ മതിയാകും. പിന്നെ കുറച്ച് കടുക്, പിന്നെ കറിവേപ്പില. പിന്നെ ഇത് കടുകൊന്ന് പൊട്ടണം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ബാക്കി നമുക്ക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉരുളക്കിഴങ്ങും ഇച്ചിരി വലുപ്പത്തിൽ തന്നെ ഇതരിഞ്ഞ് എടുക്കേണ്ടതാണ്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ സോയ സോസ് നമ്മൾ അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് 2ആയിട്ട് മുറിച്ചെടുത്തതാണ്. അതോടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2-ാം പാൽ ഒഴിച്ച് തന്നെ, വെള്ളം ഒഴിച്ച് വേവിക്കരുത്. 2-ാം പാൽ ഒഴിച്ച് തന്നെ ഇതിനെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ അടച്ചിട്ട് വേവിക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി ഇട്ട് കൊടുത്തു. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കൂട്ട് ചേർക്കാവുന്നതാണ്. മുളക് പൊടി 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മസാല നമ്മൾ വീട്ടിലൊക്കെ മേടിച്ച് പൊടിക്കുന്നതാണ്. അതൊരു 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട്
നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഒന്നാം പാല്. ഇതിലോട്ട് നമ്മൾ ഒന്നാം പാല് ചേർത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം.